ഓരോ മാസവും നമ്മുടെ രക്ഷയ്ക്ക് ഓടിയെത്തുന്ന സ്ട്രിപ്പ് മെഫ്റ്റാൽ സ്പാസ് ഒരു മാജിക് പോലെ വേദന മാറും. പക്ഷേ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ അപകടം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ അറിയും. ഇത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത സത്യമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മളിൽ പലരും ഡ്യൂട്ടിക്കോ ക്ലാസ്സിലോ ഒരു യാത്രയിലോ ഇരിക്കുമ്പോൾ ആ വേദന വരുമ്പോൾ ഒരു ഗുളിക കഴിക്കും. വേറൊന്നും ആലോചിക്കില്ല. ശരിയാണ്, ഈ ടാബ്ലറ്റ് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. 1. വയറിലെ പേശികളെ റിലാക്സ് ആക്കുന്നു, ഡൈസൈക്ലോമിൻ. 2. വേദനയുണ്ടാക്കുന്ന രാസവസ്തുക്കളെ തടയുന്നു, മെഫനാമിക് ആസിഡ്. ഇത് കേൾക്കുമ്പോൾ നല്ലത്. പക്ഷേ ഒരു ചോദ്യം, ഈ ഗുളികകൾ കഴിച്ചതിനു ശേഷം നിങ്ങൾക്ക് തലകറക്കമോ വായ വരളുന്ന ഒരു ഫീലിംഗോ വരാറുണ്ടോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല. നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെയാണ് ഇത് സ്ഥിരമായി കഴിക്കുന്നതെങ്കിൽ നിങ്ങളൊരു വലിയ അപകടക്കെണിയിലേക്ക് നടന്നെടുക്കുകയാണ്. മെഫ്റ്റാൽ സ്പാസ് ഉണ്ടാക്കുന്ന ആ 3 പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റുകൾ എന്താണെന്ന് നമുക്കിനി നോക്കാം. നമ്പർ 1. നിശബ്ദമായി വൃക്കകളെ നശിപ്പിക്കുന്നു. വേദന കുറയ്ക്കുന്ന മരുന്നുകൾ മെഫനാമിക് ആസിഡ് -AID സ്ഥിരമായി കഴിക്കുന്നത് വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലതല്ല. കാലക്രമേണ ഇത് നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷനെ ദോഷകരമായി ബാധിക്കും. ചെറിയ വയറുവേദനയ്ക്ക് കൊടുക്കുന്ന വില ഒരു വലിയ വൃക്കരോഗമാണെങ്കിലോ? ഇതൊരു ചെറിയ കാര്യമല്ല കൂട്ടുകാരെ. നമ്പർ 2. വയറിനെ കത്തിച്ചുകളയുന്നു. പലർക്കും ഗ്യാസ്, അസിഡിറ്റി, നെഞ്ചരിച്ചിൽ ഇതൊക്കെ പതിവാണ്. മെഫ്റ്റാൽ സ്പാസ് പോലെയുള്ള ഗുളികകൾ നമ്മുടെ ആമാശയത്തിലെ സംരക്ഷണപാളിയെ പ്രൊട്ടക്റ്റീവ് ലൈനിംഗ് ദുർബലമാക്കുന്നു. അതിന്റെ ഫലമായി അൾസർ പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകാം. നിങ്ങൾ വെറും വയറ്റിൽ ഇത് കഴിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ റിസ്കിൽ. ഒരു നിമിഷം ആരെങ്കിലും ഇപ്പോഴും വേദന വന്നാൽ ഓടിച്ചെന്ന് അമ്മേ ഒരു ഗുളിക എന്ന് പറയുന്ന സ്വഭാവമുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ. നമ്പർ 3. നിങ്ങളെ മയക്കത്തിലാക്കുന്നു. ഇതിലെ ഡൈസൈക്ലോമിൻ എന്ന ഘടകം നിങ്ങളുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. വരണ്ട വായ, ഡ്രൈ മൗത്ത് ഒരു സാധാരണ സൈഡ് എഫക്റ്റാണ്. അതിലും ഗുരുതരമായി ചിലപ്പോൾ തലകറക്കം, കാഴ്ചമങ്ങൽ എന്നിവ ഉണ്ടാകാം. നിങ്ങളൊരു വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യുമ്പോഴോ ഇങ്ങനെയുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? അടുത്ത തവണ ഈ ഗുളിക എടുക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക. ഇത് വെറും വയറുവേദന ഗുളികയല്ല, 2 മരുന്നുകളുടെ കോമ്പിനേഷനാണ്. ഇനി എന്തു ചെയ്യണം? പേടിക്കേണ്ട. ഈ വേദനയെ നേരിടാൻ ഇതിലും നല്ല വഴികളുണ്ട്. ശ്രദ്ധിക്കുക, ഇത് ഉപേക്ഷിക്കാനല്ല, ശ്രദ്ധയോടെ ഉപയോഗിക്കാനുള്ള മുന്നറിയിപ്പാണ്. ഏറ്റവും പ്രധാനം, വേദന വരുമ്പോൾ ആദ്യം ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക. രണ്ടാമതായി ഈ വഴികൾ പരീക്ഷിക്കുക. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്, വയറിൽ ഹോട്ട് വാട്ടർ ബാഗ് വയ്ക്കുന്നത്, ഇഞ്ചി ചായ കുടിക്കുന്നത്, ചില യോഗാസനങ്ങൾ ചെയ്യുന്നത്. ഇത് ഗുളികകളേക്കാൾ നല്ല ഫലം തരും. ഓർക്കുക, മെഫ്റ്റാൽ സ്പാസ് എന്ന ഗുളിക ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ കുറഞ്ഞ ദിവസത്തേക്ക്, അതും വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാത്രം കഴിക്കാനുള്ളതാണ്. ഇതൊരു ചോക്ലേറ്റ് അല്ല. നിങ്ങളിത് സ്ഥിരമായി കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക. ഈയൊരു വീഡിയോ ഒരു അലാം ബെല്ലായി നിങ്ങൾ കരുതണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ, സഹോദരിമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വേദന വരുമ്പോൾ ഈ ഗുളിക എടുത്തു കഴിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം അവരുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ആരോഗ്യത്തോടെ ഇരിക്കുക.